ഹായ് ഫ്രണ്ട്സ്, കൂട്ടുകാർക്കെല്ലാം സുഖമാണല്ലോ. ഇന്നത്തെ വീഡിയോ നമുക്കൊരു സ്പെഷ്യൽ ഓർഡറാണ്. 6 കായ്പോളയും 4 ചട്ടിപ്പത്തിരിയും. നമുക്കപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. 6 കായ്പോള ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് 36 മുട്ട, 13 ഏത്തയ്ക്ക ചെറുതായി അരിഞ്ഞ് ഫ്രൈ ചെയ്തെടുത്തത്, 2.5 കപ്പ് പഞ്ചസാര, ഏലക്കാപ്പൊടി മണത്തിന് ആവശ്യത്തിന്. നമുക്ക് ആദ്യം ഈ മുട്ടകൾ ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇതിലേക്ക് പഞ്ചസാരപ്പൊടിയും ഏലക്കയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാനിൽ ഓയിൽ തടവാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇളവി വരില്ല. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ഏത്തയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഈ ബാറ്റർ ഒന്ന് സെറ്റായി വരുമ്പോൾ ഇതിലേക്ക് നട്ട്സോ കിസ്മിസോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കാവുമ്പോൾ തന്നെ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ചട്ടിപ്പത്തിരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി മൈദാമാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 4 ചട്ടിപ്പത്തിരി ചെയ്യാനായിട്ട് 24 ദോശയാണ് നമുക്ക് ചുട്ടെടുക്കേണ്ടത്. ഒരു ചട്ടിപ്പത്തിരിക്ക് 6 ദോശ എന്നുള്ള കണക്കിലാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കിത് കൂട്ടി 7, 8 ഒക്കെ ആയിട്ട് ചെയ്യുന്നവരും ഉണ്ട്. മൈദാമാവ് കിണ്ടി പരത്തിയും നമുക്കിത് ചെയ്യാം, പക്ഷേ സിമ്പിൾ ഇത് തന്നെയാണ്. എണ്ണവും ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് സെറ്റ് ചെയ്യാം. ഇതിനായിട്ടുള്ള മസാലയൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി ഇതിലേക്ക് ചിക്കൻ മസാലയും കുരുമുളകും ചിക്കൻ പൊടിച്ചതും ചേർത്ത് തയ്യാറാക്കിയതാണ് ഈ മിക്സ്. ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിനായിട്ട് മുട്ട എടുക്കേണ്ടത് ഒരു ചട്ടിപ്പത്തിരിക്ക് 4 എന്ന കണക്കിലാണ്. 5, 6 ഒക്കെ വെച്ചും ചെയ്യാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇത് സെറ്റ് ചെയ്യാനുള്ള പാനിലെല്ലാം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ ഇളകി വരില്ല. ഇനി ഇതിൽ ഓരോ ദോശയും ഈ മിക്സിലൊന്ന് മുക്കി ഈ പാനിൽ സെറ്റ് ചെയ്യാം. മസാലയും ചെയ്യാം. ദോശയെല്ലാം പാനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇനി ഈ കായ്പോളയും ചട്ടിപ്പത്തിരിയും എല്ലാം കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുത്തുവിടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.